അല്ലി ആദ്യമായിട്ട് പ്ലേ സ്കൂളിൽ പോകാൻ പോകണം കേട്ടോ. ഞാൻ ആദ്യം കരുതിയിരുന്നത് എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് പതിയെ ചേർക്കാമെന്നാണ്. പക്ഷേ ഈ ഒരു പ്രായം അവൾക്ക് കളിക്കാനുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് എന്തായാലും ഒരു പ്ലേ സ്കൂളിൽ വിടാമെന്ന് തീരുമാനിച്ചിട്ടോ. അപ്പം അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലാണ് അല്ലിയെ വിടാൻ പോകുന്നത്. ഞാൻ അഡ്മിഷനൊക്കെ ഓൾറെഡി പോയി എടുത്തിട്ടോ. ജൂൺ 1 ക്ലാസ് തുടങ്ങുന്നത്. പക്ഷേ ഒരു വെക്കേഷൻ ക്ലാസ് പോലെയുണ്ട്. എന്തൊക്കെ ആയാലും പ്ലേ സ്കൂളാണ്. LKG ആയിട്ടില്ല. LKG 4 വയസ്സിലാണ് LKGയിലോട്ട് ചേർക്കുക. സ്കൂളിൽ ചേർത്തേ പിന്നെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ, ഇപ്പോഴേ വിടണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും അവൾ പോട്ടെ, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഡേയ്സ് ബിഫോർ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയി. അവൾക്ക് പുതിയ വാട്ടർ ബോട്ടിൽ, ബാഗ്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ബാഗാണ് കേട്ടോ അവൾ എടുത്തത്. അവൾ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തത്. പ്ലേ സ്കൂളാണെങ്കിലും അവർക്ക് ബുക്സും യൂണിഫോമും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓരോന്നും കുഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ അവൾക്ക് അതിൻ്റേതായ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിൽ ടെൻഷനായിരുന്നു, എങ്ങനെയാവും, സ്കൂളിൽ ഇരിക്കുമോ, കുട്ടികളോട് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്കും ഉണ്ട്. അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുട്ടി വീഡിയോ എടുത്തു വെച്ചു. ഈ വീഡിയോ അവൾ വലുതാകുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത്. അവളുടെ ഫസ്റ്റ് ബാഗാണ്. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ എടുത്തത്. അവൾക്ക് ഈ വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു മിനി കാറല്ല, ഒരു ബസ് പോലത്തെ ഒരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇത് നമ്മളെപ്പോഴും ഓൺലൈനിലൊക്കെ കാണുന്നൊരു വാട്ടർ ബോട്ടിലാണ്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ എല്ലാവരും അവോയ്ഡ് ചെയ്യുക, ഇത് വാങ്ങാതിരിക്കുക. ഈ വാട്ടർ ബോട്ടിൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ കടയിൽ ചെന്നപ്പോൾ ചേട്ടൻ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അവളെ കരയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്തു. അതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ് അവരുടെ. പിന്നെ അത് ഫുഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കേട്ടോ. 400 സംതിങ് എന്തോ ആണ് ഈ ബാഗിനായത്. ഞാൻ പോകുമ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു എന്തൊക്കെ വാങ്ങണം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ കണ്ടത് എന്തൊക്കെയായിരിക്കും അത്യാവശ്യം എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും കുട ചൂടാൻ സമ്മതിക്കത്തില്ല, പിന്നെ നടക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു റെയിൻകോട്ട് വാങ്ങി. ക്യൂട്ടായിട്ടുള്ളതൊന്നും കിട്ടിയില്ല, ഒരു നോർമൽ റെയിൻകോട്ടാണ് വാങ്ങിയത്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോവാണ്. ഫസ്റ്റ് ഡേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, തനിയൊക്കെ ബ്രഷൊക്കെ ചെയ്തോളൂ കേട്ടോ. ഞാൻ കുറച്ച് പൊട്ടറ്റോ ഫ്രൈയും ഫ്രൈഡ് റൈസ് പോലെ കുറച്ച് റൈസ് ഉണ്ടാക്കി, അതാണ് സ്കൂളിൽ കൊടുത്തു വിട്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാൻ പോകുന്ന വഴിയാണ് അല്ലിയെ സ്കൂളിലാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഡേ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൾ കുടയിലും കയറില്ല, എന്നെ കൊണ്ട് എടുക്കാനും സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ റെയിൻകോട്ട് വാങ്ങി നേരത്തെ വെച്ചത്. എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. ഫസ്റ്റ് ഡേ അതും എൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് അവൾ ഇത്രയും നേരമൊക്കെ മാറി നിൽക്കുന്നത്. വീട്ടിൽ ഞാൻ നിർത്തിയിട്ട് പോകാറുണ്ട്, പക്ഷേ സ്കൂളിൽ വേറൊരു പുതിയ പ്ലേസിലൊക്കെ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കാണ്, അവളെക്കാളും കൂടുതൽ എനിക്കാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഡേ, എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഞാൻ നല്ല കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ കരഞ്ഞോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ലിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. അവളിങ്ങനെ എത്രയും ടോയ്സൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കരയാഞ്ഞത്. ചെന്നപ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അഡ്മിഷൻ എടുക്കുന്ന ദിവസം ഞാൻ കൊണ്ടുപോയപ്പോൾ ഇവൾ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് തന്നെ എൻ്റെ കൂടെ പോരണമെന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, കൂട്ടുമുണ്ട്. പക്ഷേ ആക്ച്വലി അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അനിയത്തി പറഞ്ഞു, നീ കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഉറപ്പായിട്ടും കരയും, അതുകൊണ്ട് ആ സ്ഥലം വിടാം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ അമ്മയായിരിക്കുകയാണ്. ഞാനിപ്പോഴാണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ സ്ട്രഗിൾ മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ ഇവരെ 2 കുട്ടികളെ വളർത്തി, എങ്ങനെ ഇവരെ 2 കുട്ടികളെ മാനേജ് ചെയ്തു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ ഇത്രയായിട്ടും, അതായത് എൻ്റെ ആഫ്റ്റർ മാരേജും എൻ്റെ അമ്മയാണ് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരുന്നതും എല്ലാം അമ്മയെന്ന് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് തൊട്ട് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ ചിരിക്കുമായിരുന്നു. വൈകിട്ട് അല്ലിയെ അനിയത്തിയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അനിയത്തി നേരത്തെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അല്ലിയുടെ ഫസ്റ്റ് ഡേയിലെ ഒരു ആർട്ടാണിത്. നല്ല രസമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.